മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. പച്ച തക്കാളി ചേർത്തിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടാം. ഒരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയുണ്ട്. തക്കാളി ഞാൻ ഇതുപോലെ കനം കുറച്ചൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ പച്ചമുളക് നേരത്തെ ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടി അതനുസരിച്ച് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല. ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. സാമ്പാർ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളം ഉള്ളതുകൊണ്ട് പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ആദ്യം പൊടികൾ ചേർത്ത് വഴറ്റിയെടുത്തത്. പൊടികൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വഴറ്റാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. തക്കാളി ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തക്കാളി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. നമ്മൾ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തണുത്ത വെള്ളം ഇനി ഇതിലേക്ക് ചേർക്കരുത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 3-4 മിനിറ്റ് മതി. നന്നായിട്ട് തക്കാളി വെന്ത് കിട്ടും. തക്കാളി വെന്ത് ഉടഞ്ഞു പോകാതെ തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ വന്നാൽ മതി. പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് വെച്ച തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന പരിപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പച്ച തക്കാളിയാണ് ചേർത്തതെങ്കിലും ഈ കറിക്ക് പുളി വളരെ കുറവാണ്. അതുകൊണ്ട് ഒരല്പം പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് കൊടുക്കാം. പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഞാനിപ്പോൾ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഒട്ടും പുളി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരല്പം പുളി ഇതിലേക്ക് ചേർത്തത്. പുളി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പുളി നമ്മൾ ചേർത്തതാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കും. കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ഇത് ചേർത്തിട്ട് 10 മിനിറ്റ് കറി ഒന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമുക്ക് തുറന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. പച്ച തക്കാളി ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്.
ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.